രാഹുൽ പണ്ട് സ്വർണ്ണ കള്ളക്കടത്തിലെ പങ്കാളിയായിരുന്നു. ക്ഷേത്രത്തിലേക്കൊന്ന് പോകണം. സംഭവിച്ചു പോയ പല തെറ്റുകൾക്കും മാപ്പ് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞത് മറക്കണ്ട. എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിയിട്ട് വരാം കേട്ടോ. ചെറിയൊരു തളർച്ച പോലെ വന്നു. നിന്നെ കണ്ടപ്പോ എന്റെ അസുഖം പകുതി കുറയുകയും ചെയ്തു. രാഹുലേട്ടന്റെ ഈ പെരുമാറ്റവും അമ്മയുടെ അസുഖവും എല്ലാം തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തണം. അമ്മേ, എവിടെ നിന്ന് സംസാരിച്ചാലും ആരെങ്കിലും കേൾക്കാൻ സാധ്യതയുണ്ട്. അതാ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അതെനിക്ക് മനസ്സിലായി. സ്വർണ്ണം എല്ലാം സുരക്ഷിതമായി ഒളിപ്പിച്ചില്ലേ? ആ, ഒളിപ്പിച്ചിട്ടുണ്ടമ്മേ. അത് ഞാൻ അവിടെ... വേണ്ട, സ്ഥലം പറയണ്ട. ഈ വീട്ടിലെ കാറ്റിന് പോലും കാതുകളുണ്ട്. അത് മറ്റൊരു ചെവിയിലെത്തിക്കാൻ അധികം സമയമൊന്നും എടുക്കില്ല. ഭദ്രമായി എപ്പോ വേണമെങ്കിലും നിനക്ക് എടുക്കാവുന്ന രീതിയിൽ വെച്ചിട്ടുണ്ടല്ലോ. ഉണ്ടമ്മേ. അതറിഞ്ഞാ മതി. നീ അതവിടെ വെച്ച കാര്യം ആർക്കെങ്കിലും അറിയാമോ? ഇല്ലമ്മേ, ആർക്കും അറിയില്ല. ആർക്കും അറിയില്ലെങ്കിൽ കുഴപ്പമില്ല. എന്നാലും സൂക്ഷിക്കണം. ആരും കാണുന്നില്ലെന്ന് കരുതി നമ്മൾ ചെയ്യുന്ന പലതും നമ്മളറിയാതെ പലരും കാണുന്നുണ്ടാവും. ഇല്ലമ്മേ, ഇതാരും കണ്ടിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. പെട്ടെന്നൊന്നും ആർക്കും വന്നെത്താനാവാത്ത സ്ഥലത്താണ് ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ശരി, അത് മതി. നീ പൊയ്ക്കോ. നമ്മളിങ്ങനെ സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടാലും സംശയിക്കും. ശരിയമ്മേ. മഹേട്ടാ, ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ എങ്ങനെയാ മഹേട്ടാ? ആഹാരം എന്തേലും കഴിക്കേ, അല്ലെങ്കിൽ വയ്യാതാവും. എനിക്ക് വിശക്കുന്നില്ല ഗംഗേ. എനിക്കൊന്നും വേണ്ട. നീ വെറുതെ എന്നെ ശല്യം ചെയ്യാതിരിക്കെ. എന്താ മഹേട്ടാ ഇത്? മാളു, ഞാൻ പറഞ്ഞിട്ട് മഹേട്ടൻ കഴിക്കാൻ വരുന്നില്ല. മോളെങ്കിലും ഒന്ന് പറ. എന്താ അച്ഛ ഇത്? എന്ന് പറഞ്ഞിട്ടെന്താ അച്ഛ അനുസരിക്കാത്തത്? ആഹാരം കഴിക്കാതിരുന്നാൽ ക്ഷീണം വരുമെന്ന് അച്ഛൻ തന്നെയല്ലേ പറയുന്നത്? ഗംഗേ, വേഗം പുറത്തേക്ക് വാ, ഒരു കാര്യം പറയാനുണ്ട്. അച്ഛാ, കഴിക്കാൻ വാ അച്ഛാ. എനിക്ക് വിശക്കുന്നില്ല മോളെ, ഞാൻ പിന്നെ കഴിച്ചോളാം. വാ അച്ഛാ, വാ അച്ഛാ, വാ പ്ലീസ്. മഹേട്ടാ, ഞാൻ ഇപ്പൊ വരാം. അച്ഛാ
വാ അച്ഛാ, പ്ലീസ് അച്ഛാ. ഇനി വിശക്കാതിരിക്കുമ്പോ ഞാൻ കഴിക്കാതിരുന്നാലും അച്ഛൻ എന്നെ വഴക്ക് പറയാൻ പാടില്ല. എനിക്കിപ്പോ വേണ്ടാത്തോണ്ടാ മോളെ. വെറുതെ വാശി പിടിക്കല്ലേ. എന്താ ചേച്ചി? നമ്മൾ വിചാരിച്ചത് ശരിയാ ഗംഗെ. സ്വർണം കടത്തിയതിന് പിന്നിൽ രാഹുൽ തന്നെയാ. ആണോ? അതെങ്ങനെ മനസ്സിലായി? രാഹുലും ദേവയാനിയും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്നിട്ട് സ്വർണ്ണം എവിടെ ഒളിപ്പിച്ചെന്ന് അവര് പറഞ്ഞോ? ഇല്ല ഗംഗെ, സ്വർണം കടത്തിയെന്ന് മാത്രമേ ഇപ്പൊ പറഞ്ഞുള്ളൂ. അത് എവിടെയാണോ ഒളിപ്പിച്ചതെന്ന് അവര് സംസാരിച്ചില്ല. ഇനി നമ്മൾ ആ സ്ഥലം എങ്ങനെ കണ്ടെത്തും? നമുക്ക് പോലീസിൽ വിവരം അറിയിച്ചാലോ? അത് വേണ്ട. രാഹുലും ദേവയാനിയും നിസ്സാരക്കാരല്ല. അവർക്ക് പോലീസിലൊക്കെ ഒരുപാട് സഹായികളുണ്ട്. നമ്മൾ സത്യങ്ങൾ മനസ്സിലാക്കി എന്നൊരു സൂചന കിട്ടിയ ഉടനെ അവര് സ്വർണം അവിടെ നിന്ന് മാറ്റും. പിന്നെ സ്വർണം മാത്രമല്ല, ഇതിന്റെയൊക്കെ പിന്നിൽ രാഹുലും ദേവയാനിയും ആണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അത് ശരിയാ. പിന്നെന്താ ഒരു വഴി? അവരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. എന്തായാലും അവർ ഈ കാര്യം എപ്പോഴായാലും സംസാരിക്കാതിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് മുന്നിൽ കണ്ടെത്താൻ വഴികൾ തുറന്നു കിട്ടും. എന്നാലും അവർക്ക് എങ്ങനെ മഹേട്ടനെ ഇതുപോലെ ചതിക്കാൻ സാധിക്കുന്നു? സ്വന്തം അനുജനെ പോലെയല്ലേ മഹേട്ടൻ രാഹുലേട്ടനെ ജ്വല്ലറിയിൽ കൊണ്ടാക്കിയത്? അതാണ് ദേവയാനിയും മകനും. ആ സ്ത്രീ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ രാഹുൽ എത്രയോ ഭേദമാണ്. ഈ മഹേട്ടൻ അവരെ സ്നേഹിച്ചതുപോലെ മറ്റാരും അവരെ സ്നേഹിച്ചിട്ടില്ല. എന്നിട്ടും പുറമേ ചിരിച്ച് അവരെന്തൊക്കെയാ മഹേട്ടനോട് ചെയ്യുന്നത്? ഇത്രയൊക്കെ അവർ ആ പാവത്തിനോട് ചെയ്തിട്ടും മഹേട്ടൻ ഒരു പൊടി പോലും അവരെ സംശയിക്കുന്നില്ല. അതെ, സത്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട് ഗൗരി ചേച്ചി. എന്തിന്? എന്താ ഗംഗ കാര്യം? ദേവയാനി ആന്റിയുടെ യഥാർത്ഥ മുഖം അറിയുമ്പോ മഹേട്ടൻ എങ്ങനെ അത് സഹിക്കും? ആ പാവത്തിന് സഹിക്കാവുന്നതിലപ്പുറത്തായിരിക്കും ആ വേദന. അത് ശരിയാ. എനിക്കും മഹേട്ടനും ഇടയിൽ 100 പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരിക്കൽ പോലും മഹേട്ടൻ ആ സ്ത്രീയെ സംശയിച്ചില്ല. ഇനി അധിക നാള് അവർക്ക് മഹേട്ടനെ ചതിക്കാനാവില്ല. അതിന് സമ്മതിക്കാൻ പാടില്ല. അവരാവശ്യപ്പെട്ടാൽ എല്ലാ സ്വത്തും മഹേട്ടൻ അവർക്ക് കൊടുത്തേനെ. അത്രയ്ക്ക് അവര് മഹേട്ടൻ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ഗംഗെ ചിലര് എത്രയൊക്കെ സൗകര്യങ്ങൾ കിട്ടിയാലും കളവ് കാണിച്ചാലേ അവർക്ക് സന്തോഷം ഉണ്ടാവും. അതുകൊണ്ടല്ലേ സ്വത്തിനും പണത്തിനും വേണ്ടി എന്നെ മഹേട്ടനെ അവരകറ്റിയത്. അത് ശരിയാ. ഏതായാലും ആ സ്വർണം മഹേട്ടന് നഷ്ടമാവാൻ പാടില്ല. അവരുടെ പ്ലാൻ എങ്ങനെയും തകർക്കണം. ഏത് വിധേനയും രാഹുൽ സ്വർണം ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്തി ആ സ്വർണം നമുക്ക് വീണ്ടെടുക്കണം. ചേച്ചിക്ക് അത് സാധിക്കും. ഏതായാലും ആ ലോക്കറ്റിന്റെ പരസ്യം ഞാൻ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പിന്നിലും ഇവരൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്ന അതും ഇവർക്കൊരു തിരിച്ചടിയാവും. അതെ, ദുഷ്ടന്മാരെ ഭഗവാൻ ഒരുപാട് നാൾ സംരക്ഷിക്കില്ല. എല്ലാത്തിനും ഒരവസാനം ഉണ്ടാവും ഗംഗെ. അതിനുള്ള സമയമാണ് ഇനിയുള്ളത്. നമുക്ക് ശ്രീ മഹേശ്വരനോട് പ്രാർത്ഥിക്കാം ചേച്ചി. മഹേട്ടന്റെ ഈ സങ്കടത്തിന് ഉടനെ തന്നെ ഒരു അവസാനം ഉണ്ടാവണം. ആ ഒരു പ്രാർത്ഥനയാ എനിക്കിപ്പോ ഉള്ളത്. നീ ധൈര്യമായിട്ടിരിക്കെ. വൈകാതെ നമുക്ക് സ്വർണം വീണ്ടെടുക്കാൻ സാധിക്കും. അമ്മേ, അമ്മേ, എന്താ രാഹുൽ, എന്താ വിളിച്ചത്? അമ്മ ഇത് കണ്ടോ? ഇതാ നോക്ക്. ഇതാരാ ഈ പരസ്യം കൊടുത്തത്? ആ ഗംഗയായിരിക്കും. അതെ,
അവിടെ തന്നെയാ. മഹി ഏതായാലും ഈ അവസ്ഥയില് ഇങ്ങനൊരു പരസ്യം കൊടുക്കില്ല. അവൾക്കിത് എന്തിന്റെ കേടാ? എന്തിനാ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ? അവളുടെ ലക്ഷ്യം എന്തു തന്നെയായാലും നമുക്ക് ദോഷമാണ് രാഹുൽ. അറിയാം, പക്ഷെ അത് കൈവിട്ട് പോയില്ലേ? പരസ്യം കൊടുത്ത സ്ഥിതിക്ക് നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്തേ മതിയാകൂ, അല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ആ ഗംഗ ഇപ്പോ ഈ ലോക്കറ്റിന് പിറകെ പോകുന്നതിന് പിന്നിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അവൾ ഇവിടേക്ക് കേറി വന്നതേ നമ്മുടെ നാശത്തിനാ. അതുകൊണ്ടാ അവളെ നശിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടല്ലോ. ഇങ്ങനൊരു കാര്യം ഗംഗയുടെ ഭാഗത്തൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അത് നമ്മുടെ മിസ്റ്റേക്കാണ്. ലോക്കറ്റിന്റെ പേരും പറഞ്ഞ് ഗംഗ പ്രശ്നം ഉണ്ടാക്കിയപ്പോ നമ്മൾ ഇതൊക്കെ മനസ്സിൽ കാണണമായിരുന്നു. ഇനിയിപ്പോ അത് പറഞ്ഞിട്ടോ ടെൻഷനായിട്ടോ കാര്യമില്ല. ഗംഗ ചെയ്യാനുള്ളത് ചെയ്യട്ടെ, ബാക്കി നമുക്ക് നോക്കാം. ഏതായാലും നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. മനസ്സിലായി. നീ സമാധാനായിട്ടിരിക്കെ. ഇതെങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. ഗംഗ ശ്രദ്ധിച്ചില്ലേ? ആ പത്രപരസ്യം കണ്ടപ്പോ ദേവയാനിയുടെയും രാഹുലിന്റെയും ഭാവം മാറിയത്? ശ്രദ്ധിച്ചു. ഞാൻ അവരെ തന്നെയാ ശ്രദ്ധിച്ചത്. ഇതിന്റെ പിന്നിൽ അവരിൽ ആരോ ഒരാളാണ് എന്ന് ഉറപ്പാണ്. അത് തെളിവ് സഹിതം പിടിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്നത്? അതെ. ഏതായാലും ഈ പത്രപരസ്യം നമുക്ക് പ്രയോജനം ചെയ്യുമെന്ന് ഉറപ്പാ. എനിക്കും ഇപ്പൊ ആ പ്രതീക്ഷ തോന്നുന്നുണ്ട്. സത്യം പറയാലോ, പത്രത്തിൽ പരസ്യം കൊടുത്തപ്പോഴും പൂർണ്ണമായൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിലവരെല്ലാം ഭയക്കുന്നത് കണ്ടപ്പോ നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. അതെ. ഏതായാലും നമുക്ക് ശ്രേയയും രാഹുലിനെയും കൂടുതൽ ശ്രദ്ധിക്കണം. ശരിയാ. ശ്രേയച്ചിയും രാഹുലേട്ടനെയും മാത്രല്ല, ദേവയാനി ആന്റിയുടെയും ഹൈമവതി ആന്റിയുടെയും മേലും ഒരു ശ്രദ്ധ വേണം. 4 പേരും ഇനി എന്റെ നിരീക്ഷണത്തിലായിരിക്കും. ഒളിഞ്ഞിരിക്കുന്ന ആ കുറ്റവാളി ആര് തന്നെ ആയാലും നമുക്ക് പുറത്തു കൊണ്ടുവരണം. നമുക്കത് സാധിക്കും ഗൗരി ചേച്ചി. തെറ്റ് ചെയ്തവർക്ക് അങ്ങനെ ഒരുപാട് നാളൊന്നും ഇരട്ടിത്തിരിക്കാൻ സാധിക്കില്ല. ഒരു ദിവസം പുറത്തു വന്നേ മതിയാകൂ. അതെ. ഞാനിപ്പോ ആ ശത്രു ആരാണെന്ന് കണ്ടെത്താൻ ധൃതി കാണിക്കുന്നത് എന്റെ കൊലപാതകി ആരാണെന്ന് അറിയാൻ മാത്രമല്ല, നിന്റെയും മാളുവിന്റെയും മഹിയേട്ടന്റെയും സന്തോഷകരമായ ജീവിതത്തിനു കൂടി വേണ്ടിയ. എന്ത് ലക്ഷ്യം വെച്ചാണോ അവരെന്നെ ഇല്ലാതാക്കിയത്, അതേ കാരണം കൊണ്ട് തന്നെ നിന്നെയും അവരെ ഉപദ്രവിക്കും. ചേച്ചി പറഞ്ഞത് ശരിയാ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ മറഞ്ഞിരിക്കുന്ന ആ കൊലപാതകയെ പുറത്തു കൊണ്ടുവരണം. അതെ. അതിനുള്ള ഏക വഴി ആ ലോക്കറ്റാ. നമസ്കാരം. ആരാ? എന്താ വേണ്ടത്? ഞാൻ പത്രത്തിൽ പരസ്യം കണ്ടുവന്നതാ. പത്രത്തിൽ പറഞ്ഞ ലോക്കറ്റ് എന്റെ കയ്യിലുണ്ട്. സത്യമാണോ നിങ്ങൾ പറയുന്നത്? അതെ, ഞാൻ ആ ലോക്കറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. എവിടെ ലോക്കറ്റ്? ഒന്ന് കാണിക്കൂ. ലോക്കറ്റൊക്കെ കാണിക്കാം, പക്ഷെ ലോക്കറ്റൊക്കെ തന്നാലേ പത്രത്തിൽ പറഞ്ഞ പ്രകാരമുള്ള കാശൊക്കെ കിട്ടുമല്ലോ അല്ലേ? തീർച്ചയായും. നിങ്ങൾ ആദ്യം ലോക്കറ്റ് കാണിക്കൂ. ഇതല്ല ഗംഗേ, ഇതാ ലോക്കറ്റല്ല. ഇത് യഥാർത്ഥ ലോക്കറ്റ് അല്ല. ആര് പറഞ്ഞു? ഇതാണ് യഥാർത്ഥ ലോക്കറ്റ്. പണം തരാതിരിക്കാൻ നിങ്ങൾ മാറ്റി പറയുന്നു വേണ്ട. അല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. സത്യം പറഞ്ഞോ,
ഇത് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്ക്. നിങ്ങൾ പത്രത്തിൽ പറഞ്ഞ അതേ ലോക്കറ്റാണിത്. ചേട്ടാ, വെറുതെ നുണ പറഞ്ഞാൽ അത് സത്യമാവില്ല. നിങ്ങൾ സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞാനിപ്പോ പോലീസിനെ വിളിക്കും. അയ്യോ വേണ്ട, ഇതെനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാ. പത്രത്തിൽ പരസ്യം കണ്ടപ്പോ കുറച്ച് പൈസ കിട്ടുമല്ലെന്ന് കരുതി ഞാൻ ഇതും കൊണ്ട് വന്നതാ. പോലീസിനെ അറിയിക്കരുത്. ഇയാളെ വെറുതെ വിടരുത് ഗംഗേ. പോട്ടെ ചേച്ചി, സാരമില്ല. ശരി, ഇത്തവണത്തേക്ക് ക്ഷമിക്കുന്നു. ഇനി മേലാൽ ആരോടും ഇങ്ങനെ ചെയ്യരുത്. ശരി മാഡം, പണത്തിന് കുറച്ച് അത്യാവശ്യമുള്ളതുകൊണ്ട് പറ്റിപ്പോയതാ. പോയിക്കോ. ശരി. അയാളെ വെറുതെ വിടണ്ടായിരുന്നു ഗംഗേ. പോട്ടെ ചേച്ചി, സാരമില്ല. ഇത്തരം തട്ടിപ്പുകാര് ഇനിയും വരാൻ സാധ്യതയുണ്ട്. നന്നായി പരിശോധിച്ചിട്ട് വേണം ലോക്കറ്റ് ഉറപ്പിക്കാൻ. അതെ, യഥാർത്ഥ ലോക്കറ്റിന് പിന്നിൽ എം എന്നൊരു മാർക്കുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടും. ഇതെന്തിരിപ്പാ മോനെ, നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കുന്നില്ല. മഹിയേട്ടൻ വിഷമിക്കാതെ, നമ്മുടെ സ്വർണം നമുക്ക് തന്നെ തിരിച്ചു കിട്ടും. അതെ, നിന്റെ കഷ്ടപ്പാടല്ലേ മോനെ ആ സ്വർണം. അത് തിരിച്ചു കിട്ടും, അത് അമ്മയ്ക്ക് ഉറപ്പാ. ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല. കോടികളുടെ മുതല നഷ്ടപ്പെട്ടിരിക്കുന്നത്. പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ മഹിയേട്ടാ, തീർച്ചയായിട്ടും അത് കിട്ടും. അതെ മോനെ, നീ അമ്മയെ വിശ്വസിക്കേ. എനിക്ക് അതല്ല മോനെ, നീ ഈ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഗംഗ നിനക്കൊപ്പമല്ലേ ഉണ്ടാവേണ്ടത്. അവൾ എവിടെ പോയിരിക്കുന്നത്? ഗംഗ എവിടെ ഇല്ലേ? അതിന് ഗംഗയ്ക്ക് വീട്ടിലിരിക്കാൻ എവിടെയാ നേരം? അന്വേഷണത്തിലല്ലേ? അന്വേഷണത്തിലോ? എന്തന്വേഷണം? ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്താ അമ്മേ കാര്യം? അമ്മ ആ പത്രം മഹിയേട്ടന് കാണിക്കേ, കാര്യങ്ങൾ മഹിയേട്ടനും കൂടി അറിയട്ടെ. നീ ഇതൊന്ന് വായിച്ചു നോക്ക്. ഇതെന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അതാ മോനെ എനിക്കും മനസ്സിലാവാത്തത്. ഗംഗ എനിക്ക് വലിയ ഇഷ്ടമാ. അവള് എനിക്കെന്റെ മോളെ പോലെ തന്നെയാ. പക്ഷേ ഈ കാണിച്ചത് ശരിയായില്ല. അതെ, എനിക്കും അതേ അഭിപ്രായമാണ്. കോടികളുടെ സ്വർണ്ണ നമുക്ക് നഷ്ടപ്പെട്ടത്. ആ ടെൻഷനിൽ നീ കഴിയുമ്പോ നിനക്ക് ആശ്വാസം നൽകുന്നതിന് പകരം പണ്ടെങ്ങോ നഷ്ടപ്പെട്ട ഒരു ചെറിയ ലോക്കറ്റിന്റെ പുറകെ പോകുന്നത് ശരിയാണോ? മോനെ, ഇനി അഥവാ അവൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് പോകായിരുന്നില്ലേ? ഇത് തന്നിഷ്ടമല്ലേ കാണിച്ചത്? അതെ, ഗംഗ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ഞാനും കരുതിയില്ല. ഗംഗ എവിടെയാണ് പോയതെന്ന് അമ്മയോട് പറഞ്ഞിരുന്നോ? ഇല്ല. അല്ലെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന ശീലമൊന്നും ഇപ്പൊ അവൾക്കില്ലല്ലോ. പാവം കളിച്ചു നിന്ന് നിന്റെ ഭാര്യയെ കഴിഞ്ഞപ്പോ അവൾ ആകെ മാറിപ്പോയി. അവൾ എന്ത് ചെയ്താലും നീ ഒന്നും പറയില്ലെന്നുള്ള ധൈര്യമോ ഗംഗയ്ക്ക്. ഗംഗ ഇങ്ങ് വരട്ടെ, ഞാൻ സംസാരിക്കാം. ഇത് നീ സംസാരിക്കണം മഹി. നീ രണ്ടാമതൊരു വിവാഹം കഴിച്ചപ്പോ നിനക്കൊരു തണലായി ഒരു ഭാര്യ ഉണ്ടാവുന്നുള്ള ആശ്വാസമായിരുന്നു എനിക്ക്. ഇത് പക്ഷേ
നിനക്കൊപ്പം നിൽക്കേണ്ട സമയത്ത് നിനക്ക് കൂടുതൽ ടെൻഷൻ തന്ന് നടക്കുന്ന ഒരു ഭാര്യയായി പോയല്ലോ മോനെ അവള്. ഇങ്ങനൊരു പത്രപരസ്യം ഗംഗ കൊടുക്കുമ്പോൾ അത് ബാധിക്കുന്നത് നമ്മളെല്ലാം ആണ്. പിന്നെ വീട്ടിലുള്ള എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവരോടും ചോദിക്കേണ്ടതാണ്. അത് ചെയ്തില്ല. പക്ഷേ മഹിയേട്ടനെങ്കിലും ഗംഗയ്ക്ക് ഓർക്കായിരുന്നു. ഇപ്പൊ പഴയ ഗംഗയല്ലല്ലോ, കൈലാസത്തിലെ മരുമകളല്ലേ. അതിന്റെ അഹങ്കാരമായിരിക്കും. അർഹിക്കാത്ത സ്ഥാനം കയ്യിൽ വന്നതിന്റെ അഹങ്കാരം. ഇവിടെയല്ലേ ലോക്കറ്റ് കൊണ്ടുവരാൻ പരസ്യത്തിൽ പറഞ്ഞത്? അതെ, നിങ്ങളുടെ കയ്യിൽ ലോക്കറ്റ് ഉണ്ടോ? ആ ഉണ്ട്. എങ്കിൽ തരൂ, ഞാൻ നോക്കട്ടെ.